السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 25-ാമത്തെ ആയത്താണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചത്. അതായത് സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ ലഭിക്കുവാനുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷവാർത്ത നൽകിയ കാര്യവും, അതുപോലെ ആ സ്വർഗത്തിലെ പരസ്പര സാദൃശ്യമുള്ള ഓരോ വിഭവവും ഭക്ഷിക്കുവാനായി നൽകപ്പെടുമ്പോൾ ഇതിനു മുമ്പും ഞങ്ങൾക്ക് നൽകപ്പെട്ടത് തന്നെയാണല്ലോ എന്ന സത്യവിശ്വാസികളുടെ പ്രസ്താവനയും, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ വിശദമായി പഠിക്കുകയുണ്ടായി. ഇനി നമുക്ക് തുടർന്ന് പഠിക്കാനുള്ളത് ഈ ആയത്തിൽ തുടർന്ന് സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവാർത്തയായി പറഞ്ഞ കാര്യമാണ്. അതെന്താണ്? വലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ വഹും ഫീഹാ ഖാലിദൂൻ. പരിശുദ്ധരായ ഇണകളും അവർക്കവിടെ ഉണ്ടായിരിക്കും, അവർ അവിടെ നിത്യവാസികളായിരിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ കാര്യമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഇണകൾ എന്ന അർത്ഥം വരുന്ന അസ്വാജ് എന്നത് സൗജ് എന്ന പദത്തിന്റെ ബഹുവചനമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ഭർത്താക്കന്മാർ, അതുപോലെ ഭർത്താക്കൾ എന്നീ ഉദ്ദേശങ്ങളിലൊക്കെ അസ്വാജ് എന്ന പദം ഉപയോഗിക്കാറുണ്ട്. സന്ദർഭം പരിഗണിച്ചുകൊണ്ടാണ് അവിടെയൊക്കെ ഈ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയുക എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഇണകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവർ പരിശുദ്ധരാക്കപ്പെട്ടവരാണെന്നാണ്. ശാരീരികമായും പ്രകൃതിപരമായും അതുപോലെ തന്നെ സ്വഭാവത്തിലും സൗന്ദര്യത്തിലുമൊക്കെ എല്ലാ തരത്തിലുമുള്ള വൈകല്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധരായ ആളുകളായിരിക്കും ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ആ സ്വർഗത്തിൽ അവർ നിത്യവാസികളായിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. സ്വർഗക്കാർ സ്വർഗത്തിലേക്കും അതുപോലെ തന്നെ നരകക്കാർ നരകത്തിലേക്കും പ്രവേശിച്ചതിന് ശേഷം അവർക്കിടയിൽ ഒരാൾ വന്നുകൊണ്ട് നരകക്കാരെ ഇനി മരണമില്ല, സ്വർഗക്കാരെ ഇനി മരണമില്ല, എല്ലാവരും അതതിൽ നിത്യവാസികളായിരിക്കുമെന്ന് പറയുന്ന ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് ഇമാം ബുഖാരിയും അതുപോലെ തന്നെ മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്. അത് സഹോദരങ്ങൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മെ അറിയിക്കുന്നത് സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് യാതൊന്നും പ്രയാസപ്പെടാതെ അള്ളാഹുവിന്റെ അനുഗ്രഹമായ ആ സ്വർഗത്തിൽ സുഖമായി മരണമില്ലാതെ ജീവിക്കാമെന്നാണ്. ആ സ്വർഗീയ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദാസന്മാർക്ക് പരിശുദ്ധരായ ഇണകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാൻ പോകുന്നത്. ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ പ്രവേശിക്കുന്ന ആളുകളുടെ സൗന്ദര്യത്തെക്കുറിച്ചും അവർക്ക് അവിടെ ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിക്കൊണ്ട് വളരെ വ്യക്തമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ശരീരത്തിൽ രോമമില്ലാത്തവരും വെളുത്തവരും ചുരുളം മുടിയുള്ളവരും സുറുമ എഴുതപ്പെട്ടവരും 33 വയസ്സ് പ്രായമൊത്തവരും ആദമിന്റെ രൂപത്തിൽ 60 മൂഴം നീളമുള്ളവരുമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം അഹ്മദ് രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ മറ്റൊരു ഹദീസിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവരുടെ സ്വഭാവങ്ങൾ ഒരൊറ്റ വ്യക്തിയുടെ സ്വഭാവമായിരിക്കും. അവരുടെ പിതാവായ ആദമിന്റെ രൂപത്തിൽ 60 മൂഴം നീളം ഉയരത്തിൽ അവർ ആ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ
അവരുടെ ഇണകളോടൊപ്പം ചാരുമഞ്ചങ്ങളിൽ ചാരിക്കിടക്കുന്നവരായിട്ടാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ആ പരിശുദ്ധരായ ഇണകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അലാ സുറുറിൻ മൗലൂന, സ്വർണ്ണ നൂലുകൊണ്ട് മെണഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളിലായിരിക്കും അവർ എന്നാണ്. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, അവയിൽ അവർ പരസ്പരം അഭിമുഖമായി ചാരിയിരിക്കുന്നവരായിരിക്കുമെന്ന് സൂറത്തുൽ വാഖിയയിലെ 15-16 ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ സ്വർഗത്തിൽ ഇണയായി ലഭിക്കാൻ പോകുന്ന സ്ത്രീകൾ, ആ സ്ത്രീകൾക്ക് വർണ്ണനകൾ ഏറെയാണ് സഹോദരങ്ങളെ. അവർ കന്യകമാരായിരിക്കും, സമപ്രായമുള്ളവരായിരിക്കും, സ്നേഹം പകരുന്ന വലുതും വിശാലവുമായ നയനങ്ങളുള്ള, വെളുത്തു മിനുത്ത് ശരീരകാന്തിയുള്ള, അങ്ങനെ അവർക്കുള്ള വർണ്ണനകൾ പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും ധാരാളം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നുണ്ട്. ഓരോന്നും വിശദീകരിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഒന്ന് ഓടിച്ചു പറഞ്ഞു പോവുകയാണ് ഈ കാര്യങ്ങൾ. ദൃഷ്ടി നിയന്ത്രിക്കുന്നവരും വിശാലമായ കണ്ണുകളുള്ളവരുമായ സ്ത്രീകൾ അവരുടെ അടുത്തുണ്ടായിരിക്കും. സൂക്ഷിച്ചു വെക്കപ്പെട്ട മുട്ടകൾ പോലെയായിരിക്കും അവരെന്നാണ് സൂറത്തു സ്വാഫാത്തിലെ 48-49 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്. ഒരു സ്ഥലത്ത് അവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് ചിപ്പികളിൽ ഒളിച്ചു വെക്കപ്പെട്ട മുത്തുപോലെയുള്ളവർ എന്നാണ്. സൂറത്തുൽ വാഖിയയിലെ 23-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാൻ കഴിയും. ആ സ്വർഗ സ്ത്രീകളെ ഒരു പ്രത്യേക പ്രകൃതിയോടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിയയിൽ പറയുന്നുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സ്വർഗവാസികളിലെ ഒരു സ്ത്രീ ഭൂവാസികളിലേക്ക് എത്തി നോക്കിയിരുന്നുവെങ്കിൽ അവൾ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ പ്രഭ പരത്തുമായിരുന്നു. അവൾ അവിടെ സുഗന്ധം നിറക്കുമായിരുന്നു. അവളുടെ തലയിലുള്ള ശിരോവസ്ത്രം ഈ ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും ഉത്തമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാൻ കഴിയും. ഇതാണ് സഹോദരങ്ങളെ അല്ലാഹു വിശ്വാസികൾക്ക് ഒരുക്കിയ സ്വർഗം. ആ സ്വർഗത്തിൽ എല്ലാവരും ഇണയായിക്കൊണ്ടാണ് ജീവിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വമാഫിൽ ജന്നത്തി അഅ്സബു, സ്വർഗത്തിൽ യാതൊരു അവിവാഹിതനും ഇല്ല എന്നാണ്. വിവാഹം കഴിക്കാത്ത ആരും തന്നെ സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്കിത് കാണാൻ കഴിയും. പരിശുദ്ധരായ ഇണകളുമായി ആ സ്വർഗത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. സ്വർഗത്തിൽ ഒരു സൂക്ക്, ഒരു അങ്ങാടിയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും സ്വർഗവാസികൾ അവിടെ എത്തും. അപ്പോൾ വടക്കൻ കാറ്റ് അടിച്ചു വീശും. അത് അവരുടെ മുഖങ്ങളിലും വസ്ത്രങ്ങളിലും സുഗന്ധമെറിയും. അതോടെ അവർക്ക് സൗന്ദര്യവും ഓജസ്സും അധികരിക്കും. അവർക്ക് സൗന്ദര്യവും ഓജസ്സും അധികരിച്ചവരായിരിക്കെ അവർ അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിച്ചെല്ലും. അപ്പോൾ അവരുടെ കുടുംബങ്ങൾ, അവരുടെ ഇണകൾ അവരോട് പറയും, വല്ലാഹി ലഖദ് ഇസ്ദത്തും ബഅദനാ ഹുസ്നൻ വജമാല, അല്ലാഹുവാണേ തീർച്ചയായും ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സൗന്ദര്യവും ഓജസ്സും അധികരിച്ചിരിക്കുന്നു എന്ന്. ഫയഖൂലൂന വഅൻതും വല്ലാഹി ലഖദ് ഇസ്ദത്തും ബഅദനാ ഹുസ്നൻ വജമാല, അവർ ആ കുടുംബങ്ങളോട് അവർ മറുപടി ായിക്കൊണ്ട് പറയും, അല്ലാഹുവാണേ ഞങ്ങൾ പോയതിനു ശേഷം നിങ്ങൾക്കും സൗന്ദര്യവും ഓജസ്സും അധികരിച്ചിരിക്കുന്നു എന്ന് ആ ഭർത്താക്കന്മാർ അവരുടെ ഇണകളോട് പറയുമെന്ന് മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാൻ കഴിയും. ഇതാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് ഒരുക്കിയ സ്വർഗത്തിന്റെ സ്വഭാവമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളായ പുരുഷന്മാർക്ക് ഈ ഭൗതിക ലോകത്തെ സ്ത്രീകളിൽ സ്വാലിഹീങ്ങളായ ഇണയായി നൽകുന്നതോടൊപ്പം തന്നെ സ്വർഗീയ സ്ത്രീകൾ അഥവാ ഹൂറുൽ ഐൻ എന്ന സുന്ദരികളെയും വിവാഹം ചെയ്ത് നൽകുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഭൗതിക ലോകത്ത് ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ ദ്രോഹിച്ചാൽ ഹൂറുൽ ഐനിൽ അയാളുടെ ഇണ പറയുക തന്നെ ചെയ്യും, നീ അദ്ദേഹത്തെ ദ്രോഹിക്കാതെ അള്ളാഹു നിന്നെ ശപിക്കട്ടെ, അള്ളാഹു നിന്റെ അടുക്കൽ അദ്ദേഹം നിന്റെ അടുക്കൽ വന്നിറങ്ങിയ ഒരു അതിഥി മാത്രമാണ്, അദ്ദേഹം നിന്നോട് വിട ചൊല്ലി ഞങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഇതാ സമയമായിരിക്കുന്നു എന്ന രൂപത്തിൽ ആ ഹൂറുൽ ഐനിൽപ്പെട്ട സ്ത്രീകൾ പറയുമെന്ന് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹാണ് എന്ന് വിശേഷിപ്പിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഈ ലോകത്ത് തങ്ങളുടെ ഭർത്താക്കന്മാരെ ദ്രോഹിക്കുകയാണ് എങ്കിൽ സ്വർഗസ്ത്രീകൾ ഈ രൂപത്തിൽ സംസാരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ പുരുഷന്മാർക്ക്
ഹൂറുൽ ഐൻ അഥവാ സ്വർഗീയ സുന്ദരികളിൽ പെട്ട ആളുകൾ, സ്വർഗീയ സുന്ദരികളിൽപ്പെട്ടവരെ നൽകുമെന്ന് പറയുമ്പോൾ സത്യവിശ്വാസിനിയായ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്. എന്താണ് അവർക്ക് സ്വർഗത്തിൽ ലഭിക്കാനുള്ളത് എന്ന സംശയം. പ്രിയപ്പെട്ടവരെ, സ്വർഗീയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നിടത്ത് ലോകത്തിലെ സത്യവിശ്വാസികളോട് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾക്കവിടെ ആ പരലോകത്ത് നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കും, നിങ്ങൾക്കവിടെ നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം ഉണ്ടായിരിക്കുമെന്ന് സൂറത്തു ഹാമീം സജദയിലെ 31-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സൂറത്തു സുഖ്റൂഫിലെ 71-ാമത്തെ ആയത്തിൽ കാണാം, വഫീഹാ മാ തസ്തഹീഹി വഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അയുനു വഅൻതും ഫീഹാ ഖാലിദൂൻ. മനസ്സുകൾ കൊതിക്കുന്നതും കണ്ണുകൾക്ക് ആനന്ദകരവുമായ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും, നിങ്ങൾ അവിടെ നിത്യവാസികളായിരിക്കുകയും ചെയ്യുമെന്ന് സൂറത്തു സുഖ്റൂഫിലെ 71-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. മനസ്സുകൾ ആഗ്രഹിക്കുന്നതിൽ വെച്ച് ഏറ്റവും അനുഗ്രഹീതമായ ഒരു കാര്യമാണ് സഹോദരങ്ങളെ വിവാഹം എന്ന് പറയുന്നത്. ആ വിവാഹം അത് സ്വർഗത്തിൽ വെച്ച് ഓരോ സ്ത്രീക്കും അതുപോലെ തന്നെ ഓരോ പുരുഷനും ലഭിക്കുന്നതാണ്. സ്ത്രീക്ക് സ്വർഗത്തിൽ വെച്ച് ഈ ദുനിയാവിൽ ആരായിരുന്നുവോ അവരുടെ ഭർത്താക്കന്മാർ, അവരെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആ സ്വർഗത്തിൽ വിവാഹം ചെയ്തു കൊടുക്കും. അവരുടെ ഭർത്താക്കന്മാർ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ഭർത്താവ് മരണപ്പെട്ടത് കൊണ്ടോ മറ്റോ വേറെ വിവാഹം കഴിക്കാൻ ഇടയായിട്ടുണ്ട് എങ്കിൽ അവർക്ക് അവരുടെ അവസാനം ആരായിരുന്നോ ഭർത്താവ്, ആ ഭർത്താവായി അവസാനം ലഭിച്ച വ്യക്തിയെയാണ് സ്വർഗത്തിൽ തുണയായി ലഭിക്കുക എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഇനി ഇഹലോകത്ത് വിവാഹം കഴിക്കാത്ത സ്ത്രീയാണ് എങ്കിൽ അവൾ ആഗ്രഹിക്കുന്നവരെ കൊണ്ട് അള്ളാഹു അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതാണ് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് സഹോദരങ്ങളെ അള്ളാഹു വിശ്വാസികൾക്ക് ഒരുക്കിയ സ്വർഗം. ആ സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുകയാണ്, ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. ഫാത്തിമ സ്വർഗീയവാസികളുടെ സ്ത്രീകൾക്ക് നേതാവാണ് എന്ന് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഖദീജ ബിൻത് ഖുവൈലിദ്, ഫാത്തിമ ബിൻത് മുഹമ്മദ്, മറിയം ബിൻത് ഇമ്രാൻ, ഫിർഔന്റെ ഭാര്യ ആസിയ ബിൻത് മുസാഹിമുമാണ് സ്വർഗത്തിന് അർഹരായ സ്ത്രീകളിൽ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ഇമാം അഹ്മദ് രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം ഷുഐബ് അൽ അർനാഉത്ത് റഹിമഹുല്ലാ ഈ ഹദീസിന്റെ സനദിനെ കുറിച്ച് പറഞ്ഞത് അത് സ്വഹീഹാണ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ഒരു ഹദീസ്. സഹോദരങ്ങളെ, ഈ സ്വർഗത്തിലേക്ക് കടക്കാൻ വളരെ ആത്മാർത്ഥമായി നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാതൃകയാക്കി നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. വിഷയം ഗൗരവമാണ് സഹോദരങ്ങളെ. ആ സ്വർഗത്തിലേക്ക് കടക്കാൻ അള്ളാഹുവിന്റെ സിംഹാസനം വഹിക്കുന്ന മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രംഗം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിൽ കാണാം, അവർ അള്ളാഹുവോട് സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ വഅദ്ഖിൽഹുൽ ജന്നാത്തി അദ്നിൻ അല്ലതി വഅദ്തഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കൾ, ഭാര്യമാർ, സന്തതികൾ എന്നിവരിൽ നിന്ന് സൽവൃത്തരായിട്ടുള്ളവരെ നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനുമെന്ന് സൂറത്ത് മുഅ്മിൻ അതിലെ 8-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് സഹോദരങ്ങളെ ഇവിടെ മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്? അവരിൽ സൽവൃത്തരായിട്ടുള്ളവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്നാണ് ഇവിടെ മലക്കുകൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൽവൃത്തരായ ദാസന്മാരിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ കഴിയുന്ന രൂപത്തിലുള്ള അമലുകൾ ചെയ്ത് സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.